വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ഭിന്നശേഷി നിയമനം അട്ടിമറിക്കുന്ന സംഘങ്ങൾക്കെതിരെ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പോലീസിൽ നൽകിയ പരാതിയുടെ അന്വേഷണ റിപ്പോർട്ട് ന്യൂസ് മലയാളത്തിന്. പരാതിയിൽ സൂചിപ്പിച്ച അധ്യാപിക സമർപ്പിച്ചത് യഥാർത്ഥ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സർട്ടിഫിക്കറ്റ് വ്യാജമാണോ എന്നതല്ല, സർട്ടിഫിക്കറ്റ് നേടിയവർ അതിന് അർഹരാണോ എന്നതാണ് അന്വേഷിക്കേണ്ടതെന്നാണ് പരാതിക്കാർ ആവശ്യപ്പെടുന്നത്. 2025 ജൂലൈ 18 കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. കുറ്റ്യാടി കേന്ദ്രീകരിച്ച് സജീവമായി തുടരുന്ന വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് റാക്കറ്റിനെതിരെ അന്വേഷണം ശക്തമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പരാതി. വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് നിയമനം നേടിയ അധ്യാപികയുടെ വിവരങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചായിരുന്നു 6 പേർ ചേർന്ന് പരാതി നൽകിയത്. നാദാപുരം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം പൂർത്തിയാക്കി പരാതിക്കാർക്ക് നൽകിയ മറുപടി ഇങ്ങനെ: നാദാപുരം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ള അധ്യാപിക നിയമനത്തിനായി സമർപ്പിച്ചിട്ടുള്ളത് യഥാർത്ഥ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് തന്നെ എന്നതാണ് കണ്ടെത്തൽ. എന്നാൽ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ച് നിയമനം നേടിയ ആളുകൾ യഥാർത്ഥത്തിൽ ഭിന്നശേഷി സർട്ടിഫിക്കറ്റിന് അർഹരാണോ എന്ന പരിശോധനയാണ് ഉണ്ടാകേണ്ടതെന്നാണ് പരാതിക്കാർ ആവശ്യപ്പെടുന്നത്. നൽകിയ പരാതിയിൽ നിലവിൽ പൂർത്തിയായ അന്വേഷണത്തിൽ തൃപ്തരല്ലെന്ന് പരാതിക്കാർ പറയുന്നു. അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ വന്നത് സർട്ടിഫിക്കറ്റ് ഒറിജിനലാണെന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെയല്ല, നമുക്ക് ഭിന്നശേഷി സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പ്രോബ്ലം അല്ല, സർട്ടിഫിക്കറ്റ് ഒറിജിനൽ തന്നെയായിരിക്കും. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന ആൾ, ആ വ്യക്തിക്ക് ഈ പറഞ്ഞ വൈകല്യം, യഥാർത്ഥത്തിൽ വൈകല്യം ഉണ്ടോ എന്നുള്ളതാണ് അന്വേഷണം വേണ്ടത്. ആദ്യം തന്നെ മെഡിക്കൽ ബോർഡ് സർക്കാർ കൊടുക്കുമ്പോൾ, അതായത് ഒരു വ്യക്തിക്ക് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം അക്ഷയ കേന്ദ്രത്തിൽ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴങ്ങനെയാണ്, നിയമം മാറിയതുകൊണ്ട് അക്ഷയ കേന്ദ്രത്തിൽ അത് അപേക്ഷിച്ച് പിന്നെ ആ ഹോസ്പിറ്റലിൻ്റെ ഡേറ്റ് തന്ന് പിന്നെ ഇവിടെ അവർ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് വേണ്ടത്. പക്ഷേ നേരെ മറിച്ച് ആരോഗ്യവകുപ്പ് ചെയ്യേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിൽ ഈ അപേക്ഷ കൊടുത്തതിന് ശേഷം ഈ പറഞ്ഞ വ്യക്തിയുടെ അഡ്രസ്സിലേക്ക് അന്വേഷണം വേണം. അതായത് ആശാ വർക്കർമാർ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ അല്ലെങ്കിൽ അംഗനവാടി ടീച്ചേഴ്സിനെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ ഈ വ്യക്തി ഭിന്നശേഷി എപ്പോഴാണ് ഇദ്ദേഹത്തിന് ഭിന്നശേഷി വന്നത്, ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം, ക്ഷേമ പെൻഷൻ വാങ്ങിയിട്ടുണ്ടോ, അതോ അപകടത്തിലാണോ ഈ പറഞ്ഞ ഭിന്നശേഷി വന്നത്, അവരന്വേഷിച്ച് ഈ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടാണ് ഈ പറഞ്ഞ വ്യക്തിയെ വിളിച്ച് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. എങ്കിൽ പിന്നെ ഒരു പരിധിവരെ നമുക്ക് ഈ വ്യാജന്മാരെ തുരത്താൻ പറ്റുന്ന യഥാർത്ഥ ഭിന്നശേഷിക്കാരെ നമുക്ക് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് യഥാർത്ഥ ഭിന്നശേഷിക്കാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളത്. പോലീസ് അന്വേഷണത്തിനുമപ്പുറം വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച അന്വേഷണം പൂർത്തിയാക്കിയാൽ മാത്രമേ തട്ടിപ്പ് സംഘത്തെ തെളിവ് സഹിതം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കൂ എന്ന് പരാതിക്കാരൻ അബ്ദുൾ റസാഖ് പറയുന്നു. ഈ സർട്ടിഫിക്കറ്റ് തന്നെ ബ്ലൈൻഡിന്റെ, അതല്ലെങ്കിൽ മറ്റൊരു വൈകല്യം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വൈകല്യം ഇല്ലാത്ത ഒരാളുടെ കയ്യിലെത്തുമ്പോൾ വ്യാജമാണല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ സർട്ടിഫിക്കറ്റ് ഇവർ സർക്കാർ അറിയാതെ, സർക്കാരിൻ്റെ വകുപ്പ് ആരോഗ്യ വകുപ്പ് അറിയാതെ, അല്ലെങ്കിൽ അതിലെ ഡോക്ടർമാർ അറിയാതെ പുറമേ നിന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്നല്ല അതിൻ്റെ അർത്ഥം. വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ പുറമേ നിന്ന് വെറുതെ അടിച്ചുണ്ടാക്കിയെന്നല്ല ഞങ്ങൾ പറയുന്നത്. മറിച്ച് അത് അർഹരല്ലാത്ത ആളുകളുടെ കയ്യിൽ, വികലാംഗരല്ലാത്ത വൈകല്യമില്ലാത്ത ആളുകളുടെ കയ്യിൽ വൈകല്യത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാകുമ്പോൾ അത് വ്യാജമല്ലേ? അങ്ങനെ അവർ വ്യാജമായിട്ടുണ്ടാക്കുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞ പരാതി. അനർഹർ വ്യാജരേഖകൾ ചമച്ച് ഭിന്നശേഷി സംവരണം അട്ടിമറിക്കുന്നു. അശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ പോലീസും തട്ടിപ്പ് സംഘങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നാണ് പരാതിക്കാരുടെ ആക്ഷേപം. ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ നേടുന്നവരുടെ അർഹത കൃത്യമായ പരിശോധനകൾക്ക് വിധേയമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ബെൻസൻ ബാബു മങ്ങാട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.